ഒരു 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഇതാ വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലോട്ടാണ്. എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനം മേടിക്കാനാണ്. അപ്പോൾ അതാ ഭയങ്കര സർപ്രൈസിംഗ്ലി ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കുറേ സീനിയേഴ്സിനെ കണ്ടു. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ വള്ളി പിടിക്കുന്ന ഒരു എക്സ്പേർട്സ് ആണെങ്കിലും ഞങ്ങളെക്കാൾ വള്ളി പിടിക്കുന്ന ഒരു എക്സ്പേർട്സ് ആണ് ഞങ്ങളെ സീനിയർ. ഇതാ ഇപ്പൊ കാണുമ്പോൾ വരെ ഒരു വള്ളിയും പിടിച്ച് തൂങ്ങിയാടി നിൽക്കുമായിരുന്നു എല്ലാവരും. അതിന്റെ വിഷമം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിന്റെ ചമ്മലൊന്നും ഒരു മുഖത്തിലിരുന്നു. പിന്നെ എല്ലാവരും വൈക്ക് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് തന്നെ എല്ലാവരും ഓരോ ഭാഗത്തുനിന്നും കല്യാണം വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ കോളേജിനെയും കുറച്ച് കുറ്റം പറഞ്ഞ് ഞങ്ങളെ വിഷമം അവരോട് അവരുടെ വിഷമം ഞങ്ങളോടും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് അഴവിറക്കി. നമ്മൾ എവിടെയും പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും വാങ്ങുന്നില്ലെങ്കിൽ കൂടിയിട്ട് അവിടെ ഒന്ന് വിശദീകരിച്ച് കണ്ടാലേ മനസ്സിനൊരു സുഖം കിട്ടും. ഈ പ്രാവശ്യം ഞങ്ങൾ സാധനം വാങ്ങാൻ പോകണം. ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെയാ പെട്ടെന്ന് ഇറങ്ങി വരാമെന്ന് ഓർത്ത് ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അടുത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു. പിന്നെ ഇതിറ്റികളെല്ലാത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇന്ന് എന്താണെന്നറിയില്ല പരത്തി നിരത്തി ഞങ്ങൾ സീനിയേഴ്സിനെ കാണുന്നുണ്ട്. ഇത് ഞങ്ങളൊരു സൂപ്പർ സീനിയർ ആയിട്ടുള്ള ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ആഗ്നസ് തലവേദന മുട്ടിയതുകൊണ്ട് തന്നെ അവളെ കൂട്ടിപ്പോയി ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. അവൾ ചായ കുടിച്ച് സമാധാനിച്ചെങ്കിൽ ഇന്ന് ഞാൻ കാലങ്ങൾക്ക് ശേഷം നോൺ വെജിറ്റേറിയൻ ആയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന ദിവസമായതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴാണ് അവിടെ ഒടുക്കത്ത തിരക്കരുത്. പിന്നെ കത്ത് അവസാനം അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ ഉള്ള ആൾക്കാർ വീഴുമ്പോൾ ഞങ്ങൾ മാത്രമായി. അതുകൊണ്ട് ഞങ്ങൾ ആസ്വദിച്ച് അവിടെ നിന്ന് ഫുഡും കഴിച്ചിറങ്ങി. അപ്പം ഇന്നത്തേക്ക് എത്രയുള്ളൂ. ഓക്കെ ബൈ ഗൈസ്.